നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ എ സിയുടെ വർക്കിംഗ് പ്രോപ്പർ ആണോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അതായത് എ സി കട്ട് ഓഫ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വാഹനമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ചൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ഞാനൊന്ന് പറയാം. അത് ചോദിച്ചിരിക്കുന്നത് മോഹൻ കൃഷ്ണ 987 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ് രാകേഷ് ബ്രോ, എൻ്റെ കാറ് മാരുതി സെലീറിയോ 2014 VXI മാനുവലാണ്. കാർ ഐഡിലിങ്ങിലാണെങ്കിൽ എ സി ടെമ്പറേച്ചർ ലോ ആൻഡ് ബ്ലോവർ സ്പീഡ് 3 or 4 ഒക്കെ ഇട്ട് കംപ്രസർ കട്ട് ഓഫ് ആകാറില്ല. ഞാൻ ഒരു തവണ ബ്ലോവർ സ്പീഡ് 3 45 മിനിറ്റ് വരെ നോക്കി, കംപ്രസർ കട്ട് ഓഫ് ആയില്ല. എന്നാൽ ഇതേ അവസ്ഥയിൽ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ 10 സെക്കൻഡ് കൂടുമ്പോൾ കട്ട് ഓഫ് ആകുന്നുണ്ട്. വണ്ടി റണ്ണിങ്ങിൽ കട്ട് ഓഫ് ആകാറുണ്ട്. എ സി തണുപ്പൊക്കെയുണ്ട്. കാറ് ലാസ്റ്റ് സർവീസ് ചെയ്തത് 2023 മെയ്യിലാണ്. 33,600 കിലോമീറ്ററാണ്. എ സി തണുപ്പ് കുറവാണെന്ന് സർവീസിൽ അവർ റെഫ്രിജറൻറ്റ് ഫില്ല് ചെയ്തായിരുന്നു. സർവീസ് റെക്കമെൻഡേഷനിൽ എ സി നീഡ് ടു ഓവറോൾ എന്ന് എഴുതിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ 37,200 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, എന്തുകൊണ്ട് എ സി കട്ട് ഓഫ് ആയില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എ സി കട്ട് ഓഫ് എന്തുകൊണ്ട് നടന്നില്ല? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എ സി ഗ്യാസ് കുറവുണ്ടെന്നുള്ള, അതായത് വാഹനത്തിൻ്റെ റെഫ്രിജറൻറ്റ് അല്ലെങ്കിൽ എ സി ഗ്യാസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിനകത്ത് എ സിയുടെ കൂളിംഗ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ഇപ്പം ഞാൻ ഈ ഒരു വാഹനത്തിൽ ഒരു വാഗണാറാണ്. ഈ ഒരു വാഗണാറിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എല്ലാം സംഗതി അതിനകത്ത് സെയിം തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ ന്യൂട്രൽ പോസ്റ്റ് ആക്കി ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തു. വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എ സി ഇടാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്തു, എ സി ഇട്ടു. എ സിയുടെ സ്പീഡ് ഞാൻ ഏകദേശം ഒരു 3 ഇടുകയാണ്. എ സി സ്പീഡ് 3 ആക്കി. എ സിയുടെ സ്വിച്ച് ഓൺ ആണ്. ലോ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വാഹനം ഒന്ന് ക്ലോസ് ചെയ്തിട്ട്, വേറെ ഓപ്പണിംഗ് ഒന്നുമില്ല. ഈ വാഹനം ഇപ്പം ഉള്ളത് നല്ല വെയിലത്തല്ല, അത്യാവശ്യം തണലുള്ള സ്ഥലത്ത്, നല്ല വെയിലത്ത് കിടന്ന ഒരു വാഹനമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ എ സി കംപ്രസർ കട്ട് ഓഫ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമുക്ക് കുറച്ചൊന്ന് സ്പീഡിലൊന്ന് പോകാം. ഇത് തണുക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, നല്ല തണുപ്പുണ്ട്, ഐസ് പോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പൈപ്പ് പിടിക്കുമ്പോൾ അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാൻ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എ സി കംപ്രസർ കട്ട് ഓഫ് ആയിട്ടില്ല. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എ സിയുടെ സ്പീഡ് ഞാനൊന്ന് കുറയ്ക്കാം. ഞാനിപ്പോൾ 1 ഓക്കെ, 1ാമത്തെ സ്പീഡിലോട്ട് ഇട്ടു. 1ാമത്തെ സ്പീഡിൽ ഇട്ടതിന് ശേഷം ഇനി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ 1ാമത്തെ സ്പീഡിലിട്ട സമയത്ത് കൃത്യം 1 മിനിറ്റ് പോലും ആയില്ല. ഏകദേശം ഒരു 30 സെക്കൻഡ്. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ റീസ്റ്റാർട്ടായി, പക്ഷേ 1 മിനിറ്റ് എടുത്തില്ല. അതിന് മുമ്പ് കട്ട് ഓഫ് ആയി. ഇനി നമുക്ക് ഏകദേശം സ്പീഡ് ഒന്നുകൂടെ ഒന്ന് കൂട്ടിയിട്ട് നോക്കാം. ഇപ്പോൾ 1 ഇട്ടപ്പോഴാണല്ലോ കട്ട് ഓഫ് ആയത്. ശരി, ഞാൻ ഇനിയിപ്പോൾ 4 ഇട്ടിട്ടുണ്ട്. കാണാമല്ലോ, 4ാമത്തെ സ്പീഡിലിട്ടു. ഇനി വാഹനം അടച്ചിടുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണ് എ സിയുടെ കംപ്രസർ കട്ട് ഓഫ് ആവുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഐഡ്ലിങ്ങിൽ ഇട്ടിരിക്കുകയാണ്, വാഹനം ഓടുന്നില്ല. ഇനി ജസ്റ്റ് നമുക്ക് നോക്കാം. ഏകദേശം 1 മിനിറ്റിന് മുകളിലായി, 1.5 മിനിറ്റോളം ആയിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ ഒരു തവണ പോലും ഈ എ സിയുടെ കംപ്രസർ കട്ട് ഓഫ് ആയില്ല. ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഇത്ര നേരമായിട്ടും കട്ട് ഓഫ് ആയിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിരുന്നത് 4 ഏറ്റവും ടോപ്പ് സ്പീഡാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത്രയും ടോപ്പ് സ്പീഡിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നമ്മുടെ എ സിയുടെ വർക്കിങ്, അതായത് നമ്മുടെ വാഹനം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂളിംഗ് ആയിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഫുൾ സ്പീഡ് ഇട്ടിട്ടുണ്ട്. ഫുൾ സ്പീഡ് ഇടുന്ന സമയത്ത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, കൂളിംഗ് കോയിൽ ഉണ്ടാകുന്ന തണുപ്പ് എത്രയും പെട്ടെന്ന് വലിച്ച് പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അതൊരു നിശ്ചിത ടെമ്പറേച്ചർ, അതായത് ഏകദേശം ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ഒരു കാരണവശാലും ആ എ സിയുടെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലിക്ക് ആകാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുന്നതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു കൂളിംഗ് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കംപ്രസർ വർക്ക് ആയിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ അത് കട്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ ഇതൊരു 3 സിലിണ്ടർ വാഹനമായതുകൊണ്ട്, സെലീറിയോ ആണല്ലോ ഒരു 3 സിലിണ്ടർ വാഹനമായതുകൊണ്ട്, ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ എൻജിൻ പവർ പ്രോപ്പറായിട്ട് ടയേഴ്സിലോട്ട് അല്ലെങ്കിൽ ഗിയർ ബോക്സ് വഴി ടയേഴ്സിലോട്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഇനിഷ്യൽ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ സി കംപ്രസർ തൽക്കാലത്തേക്കൊന്ന് കട്ട് ഓഫ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് കട്ട് ഓഫ് ആവുന്നതല്ല, എൻജിൻ്റെ പവർ പ്രോപ്പറായിട്ട് ടയറിലോട്ട് കിട്ടാൻ വേണ്ടി മാത്രം കട്ട് ഓഫ് ആവുന്നതാണ്. അതുകൊണ്ടാണ് അത് കട്ട് ഓഫ് ആവുന്നത്. അല്ലാത്ത പക്ഷം എ സിക്ക് വേണ്ടി അല്ല അത് കട്ട് ഓഫ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1ാമത്തെ സ്പീഡിലിടുകയാണെങ്കിൽ പക്കായിട്ട്, അതായത് നമുക്ക് 100% മൈലേജ് കിട്ടുന്നതായിരിക്കും.